എല്ലാവരും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണം. നമുക്കിന്നൊരു സ്റ്റൂ ആണ് ചെയ്യുന്നത്. വെജിറ്റബിൾ സ്റ്റൂ ആണെന്ന് വിചാരിക്കേണ്ട. രണ്ടും ചെയ്യാനുള്ള മെത്തേഡ്, അതായത് നോൺ വെജും കൂടി ചെയ്യാനുള്ള മെത്തേഡ് ഞാനിതിൽ പറയുന്നുണ്ട്. ആദ്യം നമ്മളിതുപോലെ കഷ്ണങ്ങളൊക്കെ വേവിക്കുക. 4 വിസിലിനാണ് വേവിച്ച് മാറ്റി വയ്ക്കുന്നത് കേട്ടോ. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് നോൺ വെജ് വെക്കുന്നവർക്ക് ചിക്കനോ മട്ടനോ ഒക്കെ ആണെങ്കിൽ അതിൽ കുരുമുളക് പൊടിയും പച്ചമുളകും ഉപ്പും ചേർത്ത് ഇതുപോലെ വേവിച്ച് മാറ്റി വയ്ക്കുക കേട്ടോ. അത് ചേർക്കുന്നത് ഉരുളക്കിഴങ്ങ് ചേർക്കുന്ന അതേ സമയത്ത് തന്നെ അതും ആഡ് ചെയ്താൽ മതി. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ വെജിറ്റബിളിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി കുറയ്ക്കാൻ കിട്ടും. പിന്നെ ഇതിൽ കോളിഫ്ലവർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കുകയാണെങ്കിൽ അത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് തേങ്ങാപ്പാൽ കട്ടിപ്പാൽ ഒഴിക്കുന്നതിന് മുമ്പ് ചേർത്താൽ മതി കേട്ടോ. ഈ കോളിഫ്ലവറൊക്കെ കുറേ നേരം ഇരിക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സദ്യക്കൊക്കെയാണ് വിളമ്പണമെങ്കിൽ നമ്മൾ ആ സമയത്തിന് മുമ്പ് ചേർത്താൽ മതി. നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ട് ആ സമയത്തിന് മുമ്പ് ചേർത്താൽ മതി കേട്ടോ. ഇതിൻ്റെ എളുപ്പമായിട്ട് ചെയ്യാം. നമ്മുടെ വീട്ടിലുള്ള ചെറിയ ഐറ്റങ്ങൾ മതി നമുക്കിത്. പിന്നെ ഇത് എൻ്റെ ചിറ്റയാണ് എന്നെ പഠിപ്പിച്ചത്. ഞാൻ പറഞ്ഞില്ലേ പാലപ്പം ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ സ്റ്റൂ ഉണ്ടാക്കി കൊടുത്തെന്ന്. അതൊക്കെ അറിയാൻ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ ചിറ്റയോടാണ് എനിക്ക് ഇതിന് കടപ്പാട്. അപ്പോൾ ഞാൻ അതുകൂടാതെ ഞാൻ സ്റ്റെർലിംഗ് റിസോർട്ട് മൂന്നാർ പോയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അപ്പോൾ സ്റ്റൂ ഒക്കെ കഴിച്ചിരുന്നു. അപ്പോൾ അവരുണ്ടാക്കിയ സ്റ്റൂ നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ എനിക്ക് തോന്നി അതിൽ നന്നായിട്ടാണ് ഈ സ്റ്റൂ കഴിച്ചതെന്ന് എനിക്ക് തോന്നി. അവർ കാഷ്യൂ പേസ്റ്റൊക്കെ ചേർക്കണേ, നമുക്ക് ഉണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ. അതൊക്കെ ടേസ്റ്റ് കൂട്ടും. പക്ഷെ നമ്മൾ സദ്യക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്രയും അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം കേട്ടോ. അങ്ങനെ ചെയ്തോളൂ. ഇപ്പോൾ സ്റ്റൂ ഉണ്ടാക്കണ എല്ലാം ഞാൻ എഴുതിയും കാണിക്കുന്നുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് ഞാൻ പൊടിച്ച് ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കോൺഫ്ലവർ ഞാൻ പറഞ്ഞില്ലേ, ഇല്ലാത്തവരാണെങ്കിൽ ലേശം 1 സ്പൂണ് അരിമാവ് കുറുക്കി ചേർത്താലും മതി. പിന്നെ കാഷ്യൂ നമ്മൾ ലാസ്റ്റ് ചേർക്കുമ്പോൾ നെയ്യ് ചൂടോടുകൂടി ഒഴിക്കരുത്. എപ്പോഴും കാഷ്യൂ തണുത്തതിന് ശേഷം തേങ്ങാപ്പാലായിട്ട് ചേർക്കാൻ പാടുള്ളൂ, പിരിയാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒഴിക്കുമ്പോൾ ഞാൻ കാണിച്ചു കണ്ടോ, ഒഴുകി പോകരുത്. എന്നാൽ പ്ലേറ്റിൽ നിൽക്കുകയും ചെയ്യണം. അതേപോലെ വേണം സ്റ്റൂ ഉണ്ടാക്കാൻ. ഇനി എല്ലാവരും മല്ലിച്ചപ്പിനെ സബ്സ്ക്രൈബ് ചെയ്തോളൂ.